വാശിയേറിയ പ്രചരണവും കുട്ടിക്കലാശവും നടന്ന കോഴിക്കോട് ജില്ലയിലെ ഉണ്ണികുളം പഞ്ചായത്തിൽ ഇത്തവണയും തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്. രണ്ട് തവണയും UDFും LDFും തുല്യ സീറ്റുകൾ നേടി ഒന്നിച്ച് ഭരണം നടത്തിയപ്പോഴും മുഖ്യ പ്രതിപക്ഷമായി ഉറച്ചുനിന്ന BJP ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. എതിരാളികളെ പ്രതിരോധത്തിലാക്കിയുള്ള മിന്നുന്ന വിജയമാണ് വാർഡ് വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലും BJP ലക്ഷ്യം വെക്കുന്നത്. 2015 കോഴിക്കോട് ജില്ലയിലെ ഉണ്ണികുളം പഞ്ചായത്തിൽ LDFും UDFും 11ഉം BJP 1 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. 2020 പിന്നെയും ചിത്രം മാറി. LDF 10ഉം UDF 10ഉം BJP 3ഉം ഇങ്ങനെയായി പിന്നീട് മാറി. പതിവ് പോലെ ഭരണത്തിലേറാൻ UDFും LDFും കൈകൊടുത്തു. പ്രസിഡന്റ് സ്ഥാനം UDFനും വൈസ് പ്രസിഡന്റ് സ്ഥാനം LDFും പങ്കിട്ടെടുത്തു. 3 അംഗങ്ങളുള്ള BJP പഞ്ചായത്തിൽ മുഖ്യപ്രതിപക്ഷമായി നിലകൊണ്ടു. ഇതിനിടയിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇടതു വലതു മുന്നണികൾ മാറി മാറി BJP അംഗങ്ങളെ സമീപിച്ചെങ്കിലും പ്രതിപക്ഷം വിട്ടൊരു നയമില്ലെന്നായിരുന്നു അംഗങ്ങൾ നൽകിയ മറുപടി. ഇനിയാണ് ട്വിസ്റ്റ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കഥയൊന്നുകൂടി മാറി. വാർഡ് പുനർവിഭജനത്തോടെ 23-ൽ നിന്ന് 24ആയി. സൗഹാർദ്ദ ഭരണസമിതി എന്ന് മേനി നടിച്ച UDF LDF ക്യാമ്പുകളിൽ BJP മുന്നേറ്റം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. 10 വർഷക്കാലം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഭരണമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് തന്നെയാലും ഈ പ്രാവശ്യം ഒരു 10 സീറ്റെങ്കിലും BJP കിട്ടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. പുതുതായി രൂപം കൊണ്ട വാർഡ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറുമെന്നും അതിനായി കടുത്ത പോരാട്ടമെന്നും ഇടതു വലതു മുന്നണികൾ. ഈ സൗഹാർദ്ദം എന്ന് പറയുന്നത് അതിന് ഇനി മത്സരം കഴിഞ്ഞാലും മത്സരത്തിന് മുമ്പ് സൗഹാർദ്ദത്തിന് പ്രയാസങ്ങളില്ല. അപ്പം ഞാനും എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. വളരെ നിറഞ്ഞ സൗഹാർദ്ദം ഇപ്പോഴും ഉണ്ട്. അതിന് ഇലക്ഷൻ കഴിഞ്ഞാലും നിലനിൽക്കും. ആര് ജയിച്ചാലും ആര് തോറ്റാലും. തീർന്നില്ല. തുല്യശക്തികൾ തമ്മിലുള്ള ത്രികോണ പോരാട്ടം നടക്കുന്ന പഞ്ചായത്തിൽ വോട്ടർമാർക്കും ചിലത് പറയാനുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലായിരിക്കുമ്പോഴും വോട്ടർമാർ പറയുന്നതും വ്യത്യസ്തമായും സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം ഉഷാറായിട്ട് നടക്കുന്നില്ല? സ്ഥാനാർത്ഥി ജയിക്കട്ടെ, ഇനിയും റീന ജയിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതെ, ജയിക്കണമെന്ന് ഞങ്ങളെ പ്രാർത്ഥന. ജയിച്ചേ പറ്റൂ. മുമ്പത്തേക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ടുള്ള വാശിയേറിയ പോരാട്ടമാണ് ഈ പ്രാവശ്യം കാണുന്നത്. സൗഹാർദ്ദ ഭരണസമിതി എന്നൊക്കെയാണ് വിളിപ്പേരെങ്കിലും തനിച്ചു ഭരിക്കാനാണ് ഇടതിൻ്റെയും വലതിൻ്റെയും മനസ്സിൽ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. ഉണ്ണികുളം പഞ്ചായത്തിലെ വോട്ടർമാർ ഇത്തവണയും ആരെ വാഴ്ത്തും ആരെ വീഴ്ത്തും? നിർണായക ശക്തിയാകാൻ തന്നെയാണ് BJPയും ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്തിൽ നിന്നും ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം KB ശ്യാമപ്രസാദ്, ജനം.